ലോകത്തൊരേറ്റങ്ങൾക്ക് ഏറ്റവും വലിയ മുതലാളിനെ ഇഷ്ടപ്പെടുന്നെങ്കിൽ അതിന് ഏറ്റവും വലിയ മുതലാളി റസൂൽ തന്നെ. ഈ ലോകത്തിന് വലിയ മുതലാളി റസൂൽ ഉറപ്പല്ലേ. സ്വർണത്തിന്റെ മലകൾ കെഞ്ചി വന്നിട്ട് പോലും നബി എടുക്കാൻ കൂട്ടാക്കിയില്ല. നീ ഇതിനേക്കാൾ വലിയ മുതലാളിയാല. അപ്പൊ ആ മുതലാളി ഇത് എടുക്കാത്ത എന്താ? ആ മുതലാളിന്റെ ശഖ്സിയത്തിന് മാത്രം, ആ വ്യക്തിത്വം കൊണ്ടാണ്, അല്ലാതെ കിട്ടായിട്ടല്ല. അപ്പൊ നബിയുടെ ഭണ്ഡാരങ്ങളാണ്, നബിയുടെ ഖജനാവുകളാണ് ഈ സ്വർണ്ണമലകൾ. നബി എടുത്തില്ല. അതിപ്പോ ഇന്നത്തെ കാലത്ത് എടുക്കുക. അന്ന് നബിക്ക് സ്വർണ്ണമാക്കി കൊടുത്തത് ഇന്നത്തെ ആഖിർ സമാന മനുഷ്യന്മാരെടുക്കാണ്. ഈ സ്വർണ്ണമലകൾ ഇന്നുണ്ടായതല്ല, അന്നുണ്ടായ വറാവതത്തുഹു എന്ന് പറഞ്ഞാൽ കെഞ്ചിയിട്ടാ വന്നത്. കെഞ്ചി നബി ഒന്ന് ഞങ്ങൾ ഒരു ലേശെങ്കിലും എടുത്തോളി. അൽ ജിബാലുഷുമു ഉയർന്ന പർവ്വതങ്ങൾ മിൻ ദഹബിൻ സ്വർണത്തിനാലുള്ള സ്വർണത്തിന്റെ ഉയർന്ന മലകൾ വന്നിട്ട് കെഞ്ചി. അപ്പൊ ലോകത്തെ ഏറ്റവും വലിയ മുതലാളി ആരാ? പലരും ആരാണ് ലോകത്തെ ഏറ്റവും വലിയ മുതലാളി? ബിൽഗേറ്റ്സ് അല്ല. ആരാണ്? അത് മുസ്തഫ നബി തന്നെ. എടുത്തില്ലാന്നല്ലേ ഉള്ളൂ. എന്നാ ലോകത്തെ ഏറ്റവും വലിയ മിസ്കീൻ മുസ്തഫ നബി തന്നെയാണ്. 2 മാസം ഒന്നും പേരിൽ തീ കൂട്ടൂല. ولحياته كثا وصدر موسع ومنكيمه منكيبه أعلم به وعظامه ضخام وربع القد طه المرفع. അവിടുത്തെ തോള് അതിനെ നീ മാത്രമായി കണക്കാക്കിക്കോ. നല്ല വലിയ തോളാണ് പുണ്യ റസൂലുള്ളാഹിന്റെ തോള്. തോള് വലിയ ഉയർന്ന നല്ല നിറഞ്ഞ തോളാണ് പുണ്യ റസൂലുള്ളാഹി. വഇളാമു അവിടുത്തെ അസ്ഥികളാകട്ടെ ളിഖാമുൻ, അത് നല്ല നിറഞ്ഞ അസ്ഥികളുമാണ്. അങ്ങനെ നല്ല കനമുണ്ട്, നല്ല വലിപ്പമുണ്ട്. അങ്ങനത്തെ അസ്ഥികളാണ് പുണ്യ റസൂലുള്ളാഹിന്റെ. മങ്കിബു ആദ്യം അത് മങ്കി തോള്. ഈ തോള് എന്ന് പറയുമ്പോൾ തോളിന്റെ 2 ഭാഗം പലക പോലെ നിൽക്കുക. പലക പോലെ നിൽക്കുക, വീതി ഉണ്ടാകുക, ഒരുപോലത്തെ വീതി ഉണ്ടാകുക, പിന്നെ കരുത്തുണ്ടാകുക, അതാണ് അകലം ഉണ്ടാകുക, അതാണ് തോള്. ഈ 2 തോള് തടിയുള്ളവർക്ക് നല്ല, തടിയുള്ളവർക്കൊന്നും ഉണ്ടാവില്ല. തടിയുള്ളവരെ കാര്യം ഒക്കെ പോക്കാം. അവർ തടിക്കാരും തടിയുള്ള എന്ത് തടി? തടി ഉണ്ടായതുകൊണ്ട് തോള് വീതി ഉണ്ടാവും. തോള് വീതി എന്നാണ്. തടി ഇല്ലെങ്കിൽ തോള് വീതി ഉണ്ടാവും. തടി ഉണ്ടായത് തോള് വീതി ഉണ്ടാവും. രണ്ടാണെങ്കിലും ഉണ്ടാവില്ല. അതിലെ ഹിൽക്കത്താണ്, അതിലെ സൃഷ്ടിപ്പാണ്. പലക ഇങ്ങനെ നിൽക്കാം, വീതിയിൽ അകലത്തിൽ നിൽക്കുക 2 പലക. ഈ 2 വീതിയിൽ പലക ഇങ്ങനെ നിൽക്കാം, അത് ഒറ്റ അകലത്തിൽ. നമ്മളെ സാധാരണ ഇപ്പൊ കേരളീയർ 95% ആളുകൾക്ക് തോള് എന്ത് ചെയ്യുന്ന അറിയോ? ഇവിടെ മുതലേ ഓടിയാൻ തുടങ്ങും. അറബികൾക്ക് പെട്ടെന്ന് തോള് ഒടിയൂല. തോള് ഇങ്ങനെ നിൽക്കും. അതാണ് പുരുഷ സൗന്ദര്യത്തിന്റെ മൂർത്തിഭാവം അറബികൾ പലക ഇങ്ങനെ തന്നെ നിൽക്കും. നമ്മളെ കഴുത്ത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തോള് പിന്നെ ഇങ്ങനെ ഇറങ്ങുക. അത്രക്കാലം തോള് ഇറങ്ങൂല, അങ്ങനെ നിൽക്കും. നമ്മളൊന്നും സൗന്ദര്യത്തിന് മത്സരിക്കാൻ തന്നെ പറ്റൂല. അതെ, മലയാളമാണെന്നറിയാം. കറക്റ്റ്. നീളം കുപ്പായിട്ട് ഒരു അറബിയോ ദൂരം ഒരാൾ നടന്നു വരുന്ന കണ്ടാൽ ഇപ്പോൾ സലാമത പറഞ്ഞേ. ആ നടന്നു വരുന്ന കണ്ടാൽ നീളം കുപ്പായം വലിയ തലയിൽ ബട്ട് വെച്ചാണ് വരുന്നതാണെങ്കിൽ തന്നെ ഓൻ മലയാളിയാണ്, ഓൻ കുറുക്കനാണ് എന്ന് ഒറ്റയോട് കണ്ടറിയാം. എന്തുകൊണ്ട്? ഒടിഞ്ഞ തോളായിരിക്കും. അറബികൾ ഒടിയൂല. 90% അറബികൾക്ക് തോൾ ഒടിയൂല. അതിൽ ഏറ്റവും വലിയ അവസ്ഥയാണ് റസൂലുള്ളാഹിക്ക്. അതാണ് പലക. അതാണ് തോള്. ആ തോളിനെ നീ മാറ്റപ്പെടുത്തിക്കോ. അത് മാറ്റപ്പെട്ട തോളാണ്. മനസ്സിലായില്ലേ പറഞ്ഞത്? നല്ല പലക, നല്ല എല്ല്, വീതിയും കനമുള്ള എല്ല്. വഇളാമുഹു ലഹ്മുൻ, അവിടുത്തെ എല്ലാ എല്ലും കനമുള്ളതാണ്. കനമില്ലാത്തൊരു എല്ല് റസൂലുള്ളാഹിക്കില്ല. ഒറ്റ പിടുത്തം പിടിച്ചാൽ കഥ കഴിയും. ഒരൊറ്റ കുത്തല്ലേ ഇവനെ എന്താ പറയുക, മറ്റേ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ പഴയ യജമാനനെ ബദറിൽ വെച്ച് കുത്തിയത് ഒറ്റ കുത്ത. ഉമയ്യത്ത് ബിൻ ഖലഫിനെ അവിടെ വീണു. അവൻ സത്യം ചെയ്തു പോന്നു. കഅബാലയത്തിലെ ബിംബങ്ങളെ തൊട്ട് സത്യം ചെയ്തു പോന്നു. മുഹമ്മദൻ, ഞാൻ മുഹമ്മദിനോട് എന്ന് യുദ്ധം ചെയ്യുള്ളൂ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പലരും പറഞ്ഞു, ഞാൻ റസൂലുള്ളാഹി യുദ്ധക്കളത്തിലേക്കില്ല, ഞങ്ങൾ തന്നെ അറിയണം, റസൂലുള്ളാഹിന് ആവശ്യമില്ല.
അപ്പം റസൂലുള്ളാഹിനെ ആക്ഷേപിക്കാൻ തുടങ്ങി. ഭീരുവായതുകൊണ്ടല്ലേ അങ്ങനെയല്ലേ. അപ്പോൾ ഇതാരോ അറിഞ്ഞ് റസൂലുള്ളാഹി പറഞ്ഞു ഓൻ വന്നോട്ടെ. വന്നു. അപ്പോൾ പറഞ്ഞു ഞാൻ മുഹമ്മദെ ഞാൻ എന്നോടെ യുദ്ധം ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചു ഉറപ്പിച്ചാണ് സത്യം ചെയ്താണ് മക്കയിൽ നിന്ന് ബദറിലേക്ക് വന്നത്. അപ്പോൾ ഹബീബായ നബി ചോദിച്ചു ബിൽയദി ഔ ബിസ്സിലാഹ്, എന്തുകൊണ്ടാണ് നിനക്ക് യുദ്ധം ചെയ്യേണ്ടത്? കൈകൊണ്ടോ അതല്ല ആയുധം കൊണ്ടോ? അപ്പോൾ പറഞ്ഞു തക്ഫിനി യദി, എനിക്ക് കൈ തന്നെ മതി എന്ന് അയാൾ നബിയോട് പറഞ്ഞു. റസൂലുള്ളാഹി ഇരിക്കണോടത്ത് എണീറ്റു. അവൻ റസൂലുള്ളാഹിനോട് പിടുത്തം കൂടി വേണ്ടി വന്നപ്പോൾ 2 തോളന്തിൻ്റെ ഇടയിൽ താനെ ഒരൊറ്റ കിട്ടിയ ഫഹറിസ്തി അവിടെ വീണു. പിന്നെ അവനെ എടുത്തുകൊണ്ടുപോയി ഒട്ടക്കട്ടിലിൽ കിടന്ന് ചത്തു. ഒട്ടക്കട്ടിലേക്ക് കൊണ്ടുപോയി ഒട്ടക്കട്ടിൽ കിടന്ന് ചത്തു. ഒറ്റ ഇട്ടി. ആ കരുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യൻ എല്ലാം വേണം. അവരേക്ക് അല്ലാഹു സുബ്ഹാനഹു തന്നെ എല്ലാം വേണം. എല്ലാം ഉണ്ടെങ്കിൽ പറഞ്ഞില്ലേ അത് ഓരോന്നും വേണം. ഇതെല്ലാം നിറഞ്ഞ ഒരാളാണ് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു. നിറഞ്ഞ ആളാണ്. അവർക്കല്ലാതെ കഴിയില്ല. ഒരു സമൂഹത്തെ നയിക്കണമെങ്കിൽ ജിസ്മ കൃത്യമാണ്. ജിസ്മില്ലാത്ത ഒരാൾക്ക് സമൂഹത്തെ നയിക്കാൻ കഴിയില്ല. അഖലും വേണം. ചില ജിസ്മ വലിയ ആളായിരിക്കും. കല്യാണത്തിൽ ഒരു പോലീസിൻ്റെ കുപ്പായിട്ട് നാട് വണ്ടി നേരെയാക്കുന്ന ചില ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. വലിയൊന്നും കണ്ട കരുത്തുള്ള മനുഷ്യന്മാർ. മനസ്സിലായില്ല. സെക്യൂരിറ്റി, ചില സെക്യൂരിറ്റികൾ കല്യാണത്തിന് ബുദ്ധി അരക്കാശിനില്ലാത്തതുകൊണ്ടാണ് പണി കണ്ടത്. അത് തടി ഉണ്ടായിട്ട് കാര്യമല്ല, വലിയ ആളായിട്ടും കാര്യമല്ല. എല്ലാം വേണം. ബുദ്ധിയൊക്കെ ഉണ്ട്, പക്ഷെ അരക്കായി പറ്റൂല. ഇപ്പൊ ലോകം കണ്ട ഏറ്റവും വലിയ ബുദ്ധിമാന്മാരായി എണ്ണപ്പെടുന്നവരാണ് സ്റ്റീഫൻ ഹോക്കിങ്. എണീറ്റിക്കാൻ കഴിയില്ല. അങ്ങനെയാണ് 2014 മരിക്കുന്നത് വരെ എണീറ്റിക്കാൻ കഴിയില്ല. വീൽ ചെയറിൽ കൊണ്ടുപോയി. ആസ്ട്രോണമിയിൽ ഏറ്റവും വലിയ ജീനിയസാണ്. പക്ഷെ അല്ലേ, പക്ഷെ എണീറ്റിക്കാൻ കഴിയില്ല. ബുദ്ധിയുണ്ട്, എണീറ്റിക്കാൻ കഴിയില്ല. എണീറ്റിക്കാൻ കഴിയും, ബുദ്ധിയില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാം നിറഞ്ഞ ആളാണ്. ഇനിയൊന്നും കമ്മില്ല, ഒന്നും കമ്മില്ല. എല്ലാം നിറഞ്ഞ ആളാണ്. ആ ആൾ കള്ളിത്തുണെടുത്ത് നിന്നാൽ പോലും നിങ്ങൾ കോട്ടിട്ടിരിക്കുന്നതിന് മേലെയാണ്. നമ്മളൊരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ സ്റ്റുഡിയോയിലെ അങ്ങായി എന്താ പറയാ, നാളെ തരാം. പെട്ടെന്ന് ഇട്ടണം. പെട്ടെന്ന് ഇട്ടാൽ അത്ര ചൊറുക്കുണ്ടാവില്ല. ഇനി ഒന്ന് ചൊറുക്ക് കൂട്ടാനുണ്ടായില്ല. മനസ്സിലായില്ല. ഇനി അവന് പല ചൊറുക്കുകളും അതിൽ കൂട്ടിയിട്ട് ഒന്ന് ഉഷാറാക്കിയിട്ട് പിന്നെ തന്നുമ്പോൾ അവിടെ കൊണ്ടുപോയി കൊടുത്താൽ ഓൻ്റെ ഭാര്യ തന്നെ വിചാരിക്കും എൻ്റെ പുതിയ ആപ്പിൾ തന്നെയാണോ ഇത്. മനസ്സിലായില്ലേ? അതേ സമയത്ത് ഇവനെ കഴിച്ചിട്ട് കണ്ടാൽ ഭാര്യ അന്തോനില്ല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ എല്ലുകളെല്ലാം കനത്ത എല്ലുകളാണ്. മധ്യമായ ഒരു നീളനാണ് റസൂലുള്ളാഹിന്റെ നീളൻ. അതായത് നീണ്ട അവസ്ഥ. അത് ഖാമത്ത്, അവന്റെ ഉയർച്ച. റസൂലുള്ളാഹിന്റെ ഉയർച്ച എന്താണ്? റസൂലുള്ളാഹിന്റെ ഉയർച്ച എന്ന് പറഞ്ഞാൽ മധ്യം നിലവില. അതായത് പറ്റ നീണ്ട് നാശമായിട്ടില്ല, എന്നാലോട്ട് കുറിയ ആളുമല്ല. അതാണ് റബ്ഉൽ ഖദ്ദി. ഒരു ഒത്താളാണ്. ചില ആളുകൾ വലിയ ആളായിരിക്കും, നല്ല നീണ്ട ആള്, കാണാൻ അന്തല്ലാത്ത. ഒരു പാകിസ്ഥാനി ലോകത്തെ ഏറ്റവും നീളമുള്ള ആള് കാണാൻ ചുരുക്കുണ്ടോ? കണ്ടിട്ടില്ലേ? ആ ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുണ്ട്. ചില ഒരു ലോകത്തെ ഏറ്റവും നീളം കൂടിയ മനുഷ്യൻ. അവന് നീളം കൂടിയ ആള് എന്ന പ്രത്യേകത അവനുണ്ട്, ചുരുക്കില്ല. മനസ്സിലാണ്ട് പറഞ്ഞത്? ഞാൻ അങ്ങനത്തെ വല്ല നീളം കൂടിയ എനിക്ക് ഒരു പുതിയാപ്പിള കിട്ടൂല എന്ന് വിചാരിക്കുന്ന പെണ്ണുങ്ങളെ അവനെ ആഗ്രഹിക്കുള്ളൂ. അത്തരം നീളം കൂടിയിട്ട് ഞാൻ ഒരിക്കൽ പുതിയാപ്പിള കിട്ടിയെങ്കിൽ വിചാരിക്കുന്ന പെണ്ണുങ്ങൾ ആഗ്രഹിക്കും അവനെ. കാരണം എനിക്ക് ഒറ്റതാണ്, അല്ലാതെ മനുഷ്യന്മാരെ ആഗ്രഹിക്കൂല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ റബ്ഉൽ ഖദ്ദി, ഒത്ത നീളാണ്. കുറിയ ആളുമല്ല, പരിധി വിട്ട് നീണ്ട ആൾ. ഒരൊത്ത മനുഷ്യൻ. ഒരു മനുഷ്യനെ ശരീരപ്രകൃതി വളരെ മർമ്മ. നമ്മൾ ഒരു ലോക നേതാവ് നമ്മുടെ നാട്ടിൽ നിന്ന് ഉണ്ടാവില്ല. കാരണം നമ്മൾ അങ്ങനെയാണ്. ഒരു ലോക നേതാവ് നമ്മുടെ നാട്ടിൽ നിന്ന് ഉണ്ടാവില്ല. അത് ഹിജാസ് തന്നെ ഉണ്ടാവുള്ളൂ. ഇപ്പൊ മഹ്ദി ഇമാമാണെങ്കിലും അസ്ലെ ഹിജാസിയാണ്. ലോകത്തെ ഏറ്റവും വലിയ സൗന്ദര്യത്തിന്റെ കേന്ദ്രം ഹിജാസാണ്. അസ്ലെ ഹിജാസിയാണ്. പിന്നീട് മാതിമാരൊക്കെ ചെയ്തിട്ടുണ്ടാവും. പിന്നെ എവിടെയും പോയിട്ടുണ്ടാകാം ആ കുടുംബം. പക്ഷെ ആ കുടുംബത്തിന്റെ ആ ഭംഗി സുകൃത്തിയായിരിക്കും.
അന്നാ യകൂനു ലഹുൽ മുൽക്കു അലൈനാ വനഹ്നു അഹഖു ബിൽ മുൽക്കി മിൻഹു വലം യൂത സഅതൻ മിനൽ മാൽ ഖാല ഇന്നല്ലാഹു അസ്തഫാഹു അലൈക്കും വസാദഹു ബസ്തതൻ ഫിൽ ഇൽമി വൽ ജിസ്മി. എങ്ങനെയാണ് ത്വാലൂത്ത് ഞങ്ങൾക്ക് നേതാവാകുന്നത്? ഞങ്ങളല്ലേ പണമുള്ളവർ എന്ന് ഇസ്രായേലിയർ ചോദിച്ചപ്പോൾ ശംബീൽ നബി പറഞ്ഞു, അള്ളാഹു അയാളെയാണ് തിരഞ്ഞെടുത്തത്. വസാദഹു ബസ്തതൻ ഫിൽ ഇൽമി വൽ ജിസ്മി. അയാൾക്ക് ഇൽമുമുണ്ട് ജിസ്മുമുണ്ട്. ഇപ്പം നിറഞ്ഞു, ഇൽമുമുണ്ട് ജിസ്മുമുണ്ട്. അതായത് ഒരു നേതാവിന് വേണ്ടത് രണ്ട് ഘടകമാണ്. ഒന്ന് ഇൽമും വേണം, രണ്ട് ജിസ്മും വേണം. ഇൽമുണ്ടെങ്കിൽ പിന്നെ പത്ത് കൊടുക്കാനേ പറ്റുള്ളൂ, നയിക്കാൻ പറ്റൂല. ജിസ്മുണ്ട്, ഇൽമില്ലെങ്കിൽ അവന് കല്യാണപ്പേരിൽ എന്താ പറയാ സെക്കുറ്റിയാകാനേ പറ്റുള്ളൂ. ഇൽമും ജിസ്മും കൂടിയാണ് കൂടുക. അങ്ങനെയാണ് ആയത് അല്ലേ? അങ്ങനെയാണ് ആയത്. രണ്ടും നിറയണം. അതിന്റെ പൂർണ്ണതയാണ് പുണ്യ റസൂൽ മുസ്തഫ. പിന്നെ منكبه علم به وعظامه ضخام وربع القد طه المرفع. എന്തിനേക്കാളും ഉയർത്തപ്പെട്ട ഒരു ശരീരം, എന്നാൽ എന്തിനേക്കാളും ഉയർത്തപ്പെട്ട ആളുമാണ് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് പുണ്യ റസൂൽ ഉയർത്തപ്പെട്ട ആളാണ്. രണ്ട്, അതേ സമയത്ത് ഒരു സദസ്സിൽ റസൂലുള്ളാഹിനെ കാണാതിരിക്കൂല. റസൂലുള്ളാഹിനെ ആരും കാണും, പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കണ്ടല്ല. അതെ, അത് ഇരിക്കുമ്പോൾ ഇപ്പൊ ഒരു 25 പ്രസിഡന്റ് സെക്രട്ടറി എല്ലാം ഉണ്ട്. ഒരു 25-35 മൂല്യന്മാരോ അല്ലെങ്കിൽ ഉമറാക്കളോ ഇരിക്കുമ്പോൾ ആരാണ് പ്രസിഡന്റ് എന്ന് വല്ലവരും ചോദിക്കണം. പുതിയത് നിങ്ങൾ പ്രസിഡന്റിൽ നിന്ന് ഒപ്പ് വാങ്ങി വരുന്നതാണ്. അപ്പോൾ 10-25 മൂല്യന്മാർ ഇരിക്കുന്നിടത്ത് ഇയാൾ വന്നു, പ്രസിഡന്റിൽ നിന്ന് ഒപ്പ് വാങ്ങണം. അപ്പോൾ അയാൾ ചോദിക്കണം, എന്ത് ഈ കൂട്ടത്തിൽ ആരാണ് പ്രസിഡന്റ്? കാരണം പ്രസിഡന്റിന് പ്രത്യേകതയൊന്നും കാണൂല, ബുക്കിന് പ്രസിഡന്റ് ഉണ്ടാവുള്ളൂ. ഇതിൽ സദസ്സിലേക്ക് നബിയും സഹാബത്തും വരുന്ന സമയത്ത് ആരാണ് ഇതിൽ നബീന്ന് ഒരാൾക്ക് ചോദിക്കേണ്ടി വരില്ല. അക്കൂട്ടത്തിൽ വരുന്ന ആൾക്കെന്നെ അറിയാം ഈ കൂട്ടത്തിൽ നബീന്റെ ആളായിരിക്കും. അത്ര ഉൽപ്പന്നല്ലേ? എന്താ പറഞ്ഞേ? അതായത് ഒരാൾ നബി ഞങ്ങളെ കൂട്ടത്തിൽ നബി ഉണ്ട്, നബിയൊക്കെ ഉണ്ട്, നബി വന്നത് എന്നിട്ട് എവിടെ? അപ്പൊ അതിന്റെ അടിയിൽ ഒരു സാധുവായ ഇങ്ങനെ ചുരുണ്ടി കൂടി കിടക്കണ മനസ്സിലായി, മൂപ്പരാണ് പക്കൊല്ലത്തെ നബി. അങ്ങനെ വേണ്ടി വരില്ല. 10,000, 10 ലക്ഷം, 100 കോടി ആളുകളെ നടുവിലേക്ക് ഒരാൾ വരികയാണെങ്കിൽ ആ കൂട്ടത്തിൽ ആ ആൾക്കെന്നറിയും ഇയാളെ നബിയാവുള്ളൂ. കാരണം ആ കൂട്ടത്തിൽ അങ്ങനത്തെ കഴിവും അങ്ങനത്തെ ഒരു സൃഷ്ടിപ്പുള്ളൊരു വ്യക്തി വേറെ ഉണ്ടാവില്ല. അതാണ് നബി. ജിസ്മാൻ തന്നെ, ജിസ്മാൻ. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു വലിയ ധീരനാണ്, പക്ഷെ പള്ള കൂടുതലാണ്. റസൂലുള്ളാഹിക്ക് ഒക്കെ കണക്കാണ്, റസൂലുള്ളാഹിക്ക് എല്ലാം കണക്കാണ്. അപ്പൊ ഇവിടെ ഒരാൾ സദസ്സിലേക്ക് കയറി വരുമ്പോൾ ആരാണ് ഇവിടെ നബീന്ന് ചോദിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഒരാൾക്ക് നബിയെ തപ്പേണ്ടി വരില്ല. 1000-10,000 ആൾക്കൂട്ടത്തിന്റെ നടുവിലേക്ക് ഒരാൾ അന്വേഷിച്ച് വരികയാണെങ്കിലും അയാൾക്ക് ഒറ്റ നോട്ടത്തിൽ ഈ ആളാണ് നബി എന്നാണ് മനസ്സിലാവുക. ആ ശരീരപ്രകൃതി അതാ റസൂലുള്ളാഹി മനസ്സിലാണ്ട് പറഞ്ഞത്. ഇതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അല്ലാഹ്. ومنكبه علم به وعظامه ضخام وربع القد طه المرفع. طه مرفع എന്തിനേക്കാൾ ഉയർത്തപ്പെട്ട ആളാണ്. എവിടെയും ഉയർത്തപ്പെട്ട ആളാണ് പുണ്യ റസൂൽ എന്ന്. وكذا عالض عبل وعبل ذراعه മുറാഹാ ബുറാഹാത്തിൻ വലൻവാറു തൽമഉ. തോളം കൈ തന്നെ അബിലും ഉയർന്നതാണ്. മറ്റേ ആദ്യം പറഞ്ഞ മങ്കിബ് തോള്, അലുദ് പറഞ്ഞാൽ തോളം കൈ പറഞ്ഞാൽ തോളിലേക്ക് ഫിറ്റ് ചെയ്ത കൈ രണ്ടെണ്ണാണ്. ഒന്ന് മുഴങ്കയും ഒന്ന് തോളം കൈയും. തോളം കൈ ഇവിടെ മുതൽ ഇവിടം വരെ, മുഴങ്കൈ ഇവിടെ മുതൽ ഇവിടം വരെ. മനസ്സിലായില്ലേ? ഹബീബ റസൂലുള്ളാഹിന്റെ അലുദ് തോളം കൈ, അബിലുൻ ഉയർന്നതാണ്. അബിലും ദിറാഉഹും മുഴങ്കയും ഉയർന്ന തന്നെയാണ്. അതായത് അത്യാവശ്യം വീതിയുണ്ട്, ഉയർച്ചയുണ്ട്. എന്തിന്? ചില ആളുകൾ കൈ ചെറുതായിരിക്കും, ആളൊക്കെ വലിയതാണ്, പക്ഷെ കൈ ചെറുത്. മുതല നീണ്ട ജീവിയാണ്, പക്ഷെ കൈ വലുപ്പല്ല. അങ്ങനെയുള്ള ചില മനുഷ്യന്മാരില്ലേ, വലിയ മനുഷ്യനാണ്, പക്ഷെ കൈ അത്ര നീളം കിട്ടുന്നില്ല. നിങ്ങൾക്ക് പലരും മനസ്സിലായി. മുതൽ ഞങ്ങൾ കണ്ടിട്ടില്ലേ? പോട്ടത്തിലെങ്കിലും കണ്ടിട്ടില്ലേ മനുഷ്യന്മാരെ?
എന്തൊരു മനസ്സിലായില്ലേ? അതിന് കൈയുണ്ട്, പക്ഷെ ആ കൈയിന് ഉയർച്ചല്ല. അള്ളാഹുവിന്റെ ഹബീബിന്റെ കൈയിന് ഉയർച്ചുണ്ട്. തോളം കൈ നല്ല വീതിയുണ്ട്, വലിപ്പുണ്ട്, ഉയർച്ചുണ്ട്. പിന്നെ അതേപോലെ തന്നെ മുഴം കൈയും. പിന്നെ ഉള്ളം കൈ ആകട്ടെ വിശാലമാക്കപ്പെട്ടതുമാണ്. ആർക്കൊന്ന് എന്ത് ചെയ്യാൻ, ഒന്ന് കൈ കൊടുത്താണ്ടല്ലോ ഒന്ന് വേദനയാക്ക, അത് നടക്കൂല. അപ്പൊ നമുക്ക് ഒതുങ്ങിയ ഒരാൾ നമുക്ക് കൈ തരികയാണെങ്കിൽ നമുക്ക് ഓൻ്റെ കൈ ഒന്ന് എന്ത് ചെയ്യാം, ഒന്നിട്ട് ഒതുക്കിയിട്ട് പോലെ വേദനിക്കും. അത് നെവിനോട് നടക്കൂല. കാരണം നല്ല വീതിയുള്ള ഉള്ളം കൈയാണ്. പരലോകത്തിന്റെ സുഖാണ് കാണാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹ് ആ ഒരു സുന്ദരനെ പരലോകത്ത് കാണാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. എല്ലാം ഇതൊക്കെ എന്തിനു പുറമേയാണ്, ഇതെല്ലാം ഉള്ള ഒരാളാണ് സുഖ. നമ്മളെ നബിക്കൊരു കമ്മിയില്ല. പിന്നെ കമ്മിയുള്ളവരെന്തിനാ പിന്നാലെ കൂടുന്നത്? നമ്മളെ നബിക്ക് കമ്മിയില്ല, ഒരു കമ്മിയില്ല. കമ്മിയെന്നല്ല, കമാലിന്റെ ജമാലിന്റെ കമാലാണ് മുഹമ്മദ്. ഒരു കമ്മിയില്ല. ഉള്ളം കൈ വിശാലമാക്കപ്പെട്ട ഉള്ളം കൈയാണ്. വൽ അൻവാറു പ്രകാശമാകട്ടെ, തെൽമഴു പ്രകാശങ്ങൾ ഇങ്ങനെ ഒളിമിന്നും. ആ തടീന്ന് എവിടെ നോക്കിയാലും ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ ലംഘും. നമ്മുടെ കയ്യിനുണ്ടൊരു പ്രകാശിക്കും, കൈയൊക്കെ ഇങ്ങനെ പ്രകാശിക്കും. വൽ അൻവാറു പ്രകാശധാരകൾ, തെൽമഴു ഒളിമിന്നും. وسائل أطراف وغيره مشذب عليمه كراديس من الخلق أرفع. വസായിലു അത്റാഫിൻ വിരലുകളെല്ലാം ഇങ്ങനെ നീണ്ടു കിടക്കുന്നതാണ്, ഇങ്ങനെ ഒഴുകി കിടക്കുന്നതാണ്. സായിലു അത്റാഫിൻ വിരലുകൾ. ഇപ്പം നമ്മുടെ വിരലുകളൊക്കെ അങ്ങനെ നീണ്ടതല്ല. അതുകൊണ്ട് എന്താണ്, ആ വിരലിനൊക്കെ ഒരു ഭംഗിയില്ല. ചില ആളുകളെ വിരലിങ്ങനെ എന്തായി കിടക്കും, അതിന് മാത്രം നല്ല പലകളുള്ള കൈ. എന്നിട്ട് വിരലിങ്ങനെ എന്ത് ചെയ്യുക, ഇങ്ങനെ നീണ്ടു കിടക്കുക. നീണ്ടാണ് പരിധി വിട്ട നീൾച്ചയല്ല. അതാണ് ഓരോ മുഷദ്ദബിൻ, പരിധി വിട്ട നീൾച്ചയല്ല. അങ്ങനെ ഒഴുകി കിടക്കുക ചില വിരലുകൾ കാണാൻ എന്തൊരു ഭംഗിയാണ്. എന്നൊക്കെ ഭംഗി എന്താണെന്നറിയാം. അങ്ങനെ വീട്ടിലൊക്കെയല്ല ഞാൻ ക്ലാസ് എടുക്കേണ്ടി വന്നു. മനുഷ്യനാദ്യം കുറച്ച് അന്തം വേണം. അല്ല, ആക്കാൻ പറ്റൂല. അള്ളാഹു തരണം. അങ്ങനെ അള്ളാഹു കൊടുത്തൊരാൾക്ക് ആ ആളെ നമ്മളെ നയിക്കാൻ പറ്റുള്ളൂ. ആ ആളെ വിടാൻ തോന്നൂല. എന്തെങ്കിലും അവനെ ആകർഷിക്കുന്ന ഒന്ന് അയാളിലുണ്ടാവും. അപ്പൊ പിന്നാലും മനുഷ്യന്മാരങ്ങനെ നടക്കും. നോമ്പിത്തനയിലാവൂല. എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായില്ല. അത് ഒരാളെ ആകർഷിക്കുന്ന ഒന്ന് വേണ്ടേ? അപ്പൊ ഒരു ആകർഷണീയമായ ഗുണമുള്ള ആൾക്ക് ഒരു ജനതയെ നയിക്കാൻ കഴിയുള്ളൂ. ഒരു നല്ല പ്രഭാഷകന് ജനതയെ നയിക്കാൻ കഴിയും. ഒരു നല്ല എഴുത്തുകാരൻ ജനതയെ നയിക്കാൻ കഴിയും. അപ്പോൾ തന്നെ അയാൾക്ക് എല്ലാം ഉണ്ടാകും. ഒരു പ്രത്യേകത ഇല്ലാത്ത ഒരാളിൽ ജനങ്ങൾ ആകൃഷ്ടരാവില്ല. അല്ലാത്ത ഒരാൾ നിങ്ങൾ ആകർഷ്ടരായിട്ടില്ലല്ലോ. നിങ്ങളില്ലോ നിങ്ങൾ ഒരാളെ നിങ്ങളെ മനസ്സിൽ ഒരാളുണ്ടെങ്കിൽ അയാൾക്കൊരു പ്രത്യേകത നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആണോ ഇല്ലേ? ഏതൊരാളും അങ്ങനെയല്ലേ. ഏതും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും നിങ്ങളൊരാളെ ആകർഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഒരാളാൽ നിങ്ങൾ ആകർഷ്ടരായി പോയിട്ടുണ്ടെങ്കിൽ അയാളൊരു പ്രത്യേകത നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അല്ലാതെ ആകർഷിക്കൂല. അല്ലെ? അങ്ങനെ തന്നെയല്ലേ? ഇത് ഈ ലോകത്ത് ഏത് മനുഷ്യനും നബിയിൽ പ്രത്യേകത കാണും. അപ്പൊ എല്ലാം ഉണ്ട്. ഒരാൾ പറയണാവില്ല നബിനെ പറ്റി മറ്റേയാൾ പറയാം. ഭയങ്കരട്ടോ. ആ കണ്ടാ തന്നെ ഒരാൾ പറയാ എന്താണ് ആ കണ്ണിന്റെ ഭംഗി, ഒരാൾ പറയാ താടിന്റെ ഭംഗി. അപ്പൊ വേറൊരാൾ പറയാം എന്താണ് ആ വർത്താനത്തിന്റെ കൃത്യത. അപ്പൊ കോടാനക്കോടി ജനങ്ങൾക്ക് നബിയെ കാണുകയാണെങ്കിൽ ഓരോരുത്തർക്കും വേറൊരാൾക്ക് പറയാനുള്ളത് പറയാനുണ്ടാവും. കാരണം ആ പ്രത്യേകതകളെല്ലാം അതിൽ ഒതുങ്ങിയിട്ടുണ്ട്. സുഖമായി ഇതൊക്കെ മനുഷ്യന് ആവശ്യം തന്നെയാണ്. അല്ലെങ്കിൽ മുഅൈദി എന്നൊരു കവിത ഉണ്ടായിരുന്നു. ഒരു കവി ഉണ്ടായിരുന്നു, മുഅൈദി എന്നൊരു കവി ഉണ്ടായിരുന്നു. അയാളുടെ കവിതകൾ നാടിലാകെ എത്തും.
ഒരാൾ പകർത്തി അടുത്താൽ കൊടുക്കും. അപ്പൊ മുഅയ്ദിയാണ് വല്ലാത്ത കവിയാണ്, ഭയങ്കര കവിയാണ്. അപ്പോൾ ഒരാൾക്ക് ഒരു ദിവസം എന്തായി, മുഅയ്ദിനെ കാണാൻ പോയി. അങ്ങനെ മുഅയ്ദിയിലേക്ക്, എൻ്റെ നാട്ടിലേക്ക് അയാൾ പോയി മുഅയ്ദിനെ കാണാൻ. കാരണം അഭിമാനകരമായ കവിതകളാണ്. ആ കവിത വായിച്ച മനുഷ്യനെ മനസ്സിങ്ങനെ വല്ലാതായി പോകും. അങ്ങനത്തെ കവിതകളാണ് മുഅയ്ദിൻ്റെ. അങ്ങനെ മുഅയ്ദിൻ്റെ നാട്ടിലെത്തിയപ്പോൾ മുഅയ്ദിയെ എൻ്റെ നാട്ടിലെൻ്റെ ഇപ്പോൾ അപ്പം അന്വേഷിച്ച് നോക്കുമ്പോൾ ആ നാട്ടിൽ ആർക്കും ഇയാളറിയില്ല. അങ്ങനെ അന്വേഷിച്ച് അവിടുത്തെ ഒരു പീടി ചോദിച്ചു പറഞ്ഞു, പിന്നെ എന്തൊക്കെ ഇങ്ങനെ എഴുതി കുത്തിക്കുറിച്ച് വിടുന്ന ഒരുത്തനാണ്, അവനല്ലേ അവൻ തന്നെ. അപ്പോൾ അവിടെ ഒരു എന്തുണ്ട്, മരം ഇട്ടിട്ടുണ്ട്. ആ മരത്തിൻ്റെ മേലെ ആളുകൾ വർത്താനം പറഞ്ഞു. ആ കൂട്ടത്തിൽ ഒരു ബീഡി കുറ്റി പോലെ ഇരിക്കുകയാണ് ആര്, ഈ ചങ്ങായി. ഓനാണ് ലോകം അന്ന് അറിയപ്പെട്ട പ്രധാനപ്പെട്ട കവി. അപ്പോൾ ഇയാൾ പറഞ്ഞ വാക്ക് പിന്നീട് ഒരു സാഹിത്യവാക്കായി മാറി. ഒത്തസ്മഅബിൽ മുഅയ്ദി ഖൈറു മിൻ അൻ തറാ. മുഅയ്ദിയെ കാണുന്നതിനേക്കാൾ നല്ലത് കേൾക്കലാണ്. സാഹിത്യവാക്ക. ഒത്തസ്മഅബിൽ മുഅയ്ദി ഖൈറു മിൻ അൻ തറാ. നീ മുഅയ്ദിയെ കാണുന്നതിനേക്കാൾ നല്ലത് മുഅയ്ദിയെ കേൾക്കലാണ്. ഓന് ഞാൻ കേട്ടോണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പോഴും ഒരു ആകൃഷ്ടനാണ്. വന്നുകൊണ്ട് എല്ലാം എൻ്റെ മനസ്സിൽ പോയി. ആ മാരാട്ടിൻ്റെ പുറത്ത് എല്ലാവരും ഇപ്പം വീടി കുട്ടി വിളിച്ചിരിക്കണം. ഇവനാണ് മുഅയ്ദി എങ്കിൽ ഇവനൊക്കെ ആരാ? അപ്പൊ ഓന എനിക്ക് നന്നായിരുന്നത് എന്തായിരുന്നു? കേൾട്ട് അങ്ങനെ ഇരിക്കലായിരുന്നു. എന്ത് വേണ്ടില്ലായിരുന്നു? ഞാൻ അത്രയും ദൂരം കാണാൻ വരുന്നില്ലേ? ഇതല്ല റസൂലുള്ളാഹി. അയാൾ എന്തിൻ്റെ ആളാണെങ്കിലും ഒരു സൈന്യാധിപനാണെങ്കിൽ ഏറ്റവും വലിയ വിജുഗീഷുവായ സൈന്യാധിപൻ മുസ്തഫ നബിയാണ്. എല്ലാം നബിയാണ്. ലോകത്തൊരേറ്റങ്ങൾക്ക് ഏറ്റവും വലിയ മുതലാളിനെ ഇഷ്ടമുണ്ടെങ്കിൽ അതിന് ഏറ്റവും വലിയ മുതലാൾ റസൂൽ തന്നെ. ഈ ലോകത്തിൻ്റെ വലിയ മുതലാൾ റസൂൽ ഉറപ്പല്ലേ? സ്വർണത്തിന്റെ മലകൾ കെഞ്ചി വന്നിട്ട് പോലും നബി എടുക്കാൻ കൂട്ടാക്കിയില്ല. നീ ഇതിനേക്കാൾ വലിയ മുതലാളിയാരാ? അപ്പൊ ആ മുതലാളി ഇത് എടുക്കാത്ത എന്താ? ആ മുതലാളിന്റെ ശഖ്സിയത്തിന് മാത്രം, ആ വ്യക്തിത്വം കൊണ്ടാണ്, അല്ലാതെ കിട്ടായിട്ടല്ല. അപ്പൊ നബിയുടെ ഭണ്ഡാരങ്ങളാണ്, നബിയുടെ ഖജനാവുകളാണ് ഈ സ്വർണ്ണമലകൾ. നബി എടുത്തില്ല. അതിപ്പോ ഇന്നത്തെ കാലത്ത് എടുക്കുക. അന്ന് നബിക്ക് സ്വർണ്ണമാക്കി കൊടുത്തത് ഇന്നത്തെ ആഖിർ സമാന മനുഷ്യന്മാരെടുക്കാണ്. ഈ സ്വർണ്ണമലകൾ ഇന്നുണ്ടായതല്ല, അന്നുണ്ടായ. വറാവദത്തുഹു എന്ന് പറഞ്ഞാൽ കെഞ്ചിയിട്ടാ വന്ന്. കെഞ്ചി നബിയെ ഒന്ന് ഞങ്ങൾ ഒരു ലേശെങ്കിലും എടുത്തോളി. അൽ ജിബാലുഷുമു ഉയർന്ന പർവ്വതങ്ങൾ മിൻ ദഹബിൻ സ്വർണത്തിനാലുള്ള, സ്വർണത്തിന്റെ ഉയർന്ന മലകൾ വന്നിട്ട് കെഞ്ചി. അപ്പൊ ലോകത്തെ ഏറ്റവും വലിയ മുതലാളി ആരാ? പറയൂ, ആരാണ് ലോകത്തെ ഏറ്റവും വലിയ മുതലാളി? ബിൽഗേറ്റ്സ് അല്ല. ആരാണ്? അത് മുസ്തഫ നബി തന്നെ. എടുത്തില്ലാന്നല്ലേ ഉള്ളൂ. എന്നാ ലോകത്തെ ഏറ്റവും വലിയ മിസ്കീൻ മുസ്തഫ നബി തന്നെയാണ്. 2 മാസം ഒന്നും പേരിൽ തീ കൂട്ടൂല. മിസ്കിന്മാരെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നബിയാണ്. മുതലാളിനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നബി തന്നെയാണ്. ഏറ്റവും വലിയ ഒരു ചക്രവർത്തിയെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നബി തന്നെയാണ്. സാറ ഇബ്നു അഖീഖൽ യൗമ മലിക്കൽ മുലൂക്ക് എന്ന് അബൂ സുഫിയാൻ പറഞ്ഞപ്പോൾ അബ്ബാസ് റളിയല്ലാഹു അൻഹു ലാ യുഹിബ്ബു ഹാദൽ ഇസ്ം, ഈ ഇസ്മിന്റെ കാക്കന്റെ മകനെന്ന് ഇഷ്ടമുണ്ടാവില്ല. സാറ ഇബ്നു അഖീഖൽ യൗമ മലിക്കൽ മുലൂക്ക്, ഇന്ന് നിന്റെ ജ്യേഷ്ഠന്റെ മകൻ ഏറ്റവും വലിയ ചക്രവർത്തി ആയില്ലേ എന്ന് പറഞ്ഞു. ആര്? അബൂ സുഫിയാൻ പറഞ്ഞു അബ്ബാസ് റളിയല്ലാഹു അൻഹുവോട്. അപ്പോൾ അബ്ബാസ് പറഞ്ഞില്ല, അങ്ങനെ പറയരുത്. മലിക്കുൽ മുലൂക്ക് എന്ന രാജാക്കന്മാരുടെയും രാജാവ്, ചക്രവർത്തിമാരുടെയും ചക്രവർത്തി എന്ന് ലാ യുഹിബ്ബുഹു, അദ്ദേഹം എൻ്റെ ഇക്കാക്കന്റെ മകന് വാക്ക് ഇഷ്ടം ഉണ്ടാവില്ല. അങ്ങനെ പറയരുത്. ഖുൽ നബിയ്യൽ അംബിയാ, അങ്ങനെ പറഞ്ഞു. എന്നാലും ആരെ സ്ഥാനത്ത് തന്നെയാണ്? ആ 10,000-കണക്കായ ആളെയും കൊണ്ട് ഇങ്ങനെ. അപ്പോൾ ജബൽ അബൂ ഖുബൈസ് മലന്റെ മുകളിലാണ്. ആ മലയുടെ മുകളിലെ പാറമ്മ കയറി നിന്ന് നോക്കുകയാണ് എവിടെയാ റസൂൽ എത്തിയത്. അപ്പൊ റസൂൽ എന്ത് പറഞ്ഞു എന്ന് പറഞ്ഞോ? പട്ടാളക്കാരോട് എന്ത് പറഞ്ഞു? കൂടെയുള്ള പട്ടാളക്കാരോട്, സ്വഹാബികളോട് എന്ത് പറഞ്ഞു? അവർ മക്ക ഫതഹിന് വരികയാണ്. വേറെ അവരവരുടെ ഭക്ഷണം, എല്ലാവരും ഭക്ഷണം വെച്ചോളി. 2 ആൾ ഒരു അടുപ്പ്, 4 ആൾ ഒരു അടുപ്പ്, അങ്ങനെ വെച്ചാളി. അപ്പൊ രാത്രി മലമുകൾ. ഇതൊക്കെ റസൂലുള്ളാഹിക്ക് ചില ഉദ്ദേശങ്ങളുണ്ട്. നാളെ അവർ യുദ്ധത്തിന് നിൽക്കരുത്. യുദ്ധത്തിന് നിന്നാൽ അള്ളാഹ് നമ്മളോട് കൽപ്പിച്ചു ചെയ്തു, അവർ യുദ്ധത്തിന് വന്നാൽ മക്കയിൽ രക്തച്ചൊരിച്ചിലുണ്ടാവാൻ പാടില്ല. നമുക്ക് കാബ ശുദ്ധീകരിക്കലേ ആവശ്യമുള്ളൂ. ഒരാളെ കൊല്ലാതെ കാബ ശുദ്ധീകരിക്കണം. അതിന് ഹിക്മത്ത് എടുത്തു. തലേന്ന് രാത്രി 2 ആൾ 3 ആൾ കൂട്ടിയിട്ട് ഇങ്ങനെ അടുപ്പുങ്കലും വെക്കാൻ പറഞ്ഞു. എന്നിട്ട് തീ പൂട്ടാൻ പറഞ്ഞു, രക്ഷ ഉണ്ടാക്കാൻ രാത്രി. ഇത് അബൂ സുഫിയാൻ
കാണുക അബ്ബാസ് റളിയല്ലാഹുവിന്റെ കൂട്ടത്തിൽ പാറപ്പുറത്ത് കയറി നിൽക്കുമ്പോൾ കണ്ണെത്താത്ത ദൂരത്തെ മനുഷ്യന്മാർ ഭക്ഷണം വെക്കുക. അപ്പോൾ അബൂ സുഫിയാന് തോന്നി ലക്ഷക്കണക്കിന് മനുഷ്യന്മാരുണ്ട്, ഇവരോട് എതിരിടുന്ന നമ്മളെ പൊടി കിട്ടൂല. അപ്പൊ നാളെ പോയിട്ട് അങ്ങോട്ട് സറണ്ടർ ആകലാ നല്ലത്. പിറ്റേന്ന് അതിരാവിലെ വരികയാണ് അബൂ സുഫിയാൻ, വെയിൽ ഉദിക്കണേ ഉള്ളൂ. ഒന്നുകൂടി പറഞ്ഞു, തിരിച്ചു പോയിക്കൂടെ? ഞങ്ങൾ പറഞ്ഞൊക്കെ ഞങ്ങൾ അംഗീകരിക്കാം, ഞങ്ങൾ ഇത്താ തെറ്റ് ഹുദൈബിയ സന്ധി ഞങ്ങളാണ് കരാർ ലംഘിച്ച് തെറ്റ് ഞങ്ങൾ മാത്രം, ഞങ്ങൾ എന്നും തെറ്റുകാരാണ്, പക്ഷെ തിരിച്ചു പോയിക്കൂടെ? മക്കയിൽ നിങ്ങൾ കയറരുത്. അത് പറയാൻ കാരണം എന്താ? പറയാൻ കാരണം തലേന്ന് രാത്രി ഇത് കണ്ടത്. ഈ സൈന്യം എങ്ങാനാണ് കയറി കഴിഞ്ഞാൽ മക്ക പൊടിയാവൂലേ? അപ്പൊ അവിടെ ഇത് കൊണ്ട് അവരുടെ ഉള്ളിൽ പേടിയുണ്ടായി. അതെന്നെ നബിക്ക് ആവശ്യവും. അപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് പറഞ്ഞു, ഈ കാണുന്ന ജനങ്ങൾക്കൊക്കെ ബോധ്യപ്പെട്ടിട്ടും ഇപ്പോഴും ഈ കരാർ പുതുക്കാൻ നടക്കണോ ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്ത് ഒരാളെ നിർബന്ധിക്കാൻ പാടില്ല റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അബൂ സുഫിയാൻ വേണമെങ്കിൽ മുസ്ലിം ആയിക്കോട്ടെ. അപ്പോൾ ഫഖാല അബൂ സുഫിയാൻ പറഞ്ഞു, അബ്ദു യതകല്ലമു ബിൽ ഹിക്മ, മുഹമ്മദിന്റെ കൂടെ പോയപ്പോൾ ഇവൻ അടിമയായിരുന്നു, ഇപ്പോൾ ഇവൻ തത്വജ്ഞാനിയായി പോയി. എന്നാ പിന്നെ ഞാനായിട്ട് ഞാൻ എന്തിനാ പിന്തിക്കണത്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതാണ് സംഭവം. ഞങ്ങളെ നാട്ടിൽ ഇവൻ വരുമ്പോഴും ഞങ്ങളെ നാട്ടിൽ പണിയെടുക്കുമ്പോഴും ഇവൻ അടിമ. മുഹമ്മദിന്റെ കൂടെ 8 കൊല്ലം പോയി വരുമ്പോൾ ഇവൻ ആരായി? തത്വജ്ഞാനിയായി. യതകല്ലം ബിൽ ഹിക്മ, തത്വജ്ഞാനൊപ്പം ഉമറിന് വരെ തത്വം പറഞ്ഞു കൊടുക്കാൻ. അബ്ദു യതകല്ലം ബിൽ ഹിക്മ, മുഹമ്മദിനെ കൂടി വിശ്വസിച്ചാൽ അടിമ പോലും തത്വജ്ഞാനിയാകുമെങ്കിൽ ഞാൻ എന്തിനാ പിന്തി നിൽക്കുന്നത്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്നക റസൂലുള്ളാഹ്. മനസ്സിലാണ്ട് പറഞ്ഞത്. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഇനി പോയി മക്കയിൽ പോയി പറഞ്ഞാൽ ആരെങ്കിലും അബൂ സുഫിയാന്റെ വീട്ടിലെത്തിയാൽ അവൻ നിർഭയനാണ്. അപ്പോൾ അബൂ സുഫിയാൻ സന്തോഷമായി. എന്താണ് അവിടേക്കുള്ള തത്വങ്ങൾ? അബൂ സുഫിയാൻ പൊതുവെ നേതാവാണ്. ചില ആളുകൾക്കുണ്ട് നേതൃഗുണം, അവർക്ക് താഴെ നിൽക്കാൻ പയ്യൂല. പക്ഷേ ഇപ്പം മൂമിനായി. അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിലൊക്കെ എൻ്റെ പേടി എന്താണ്, ഞാൻ ഈ 3ാം ക്ലാസ് ആളുകളെ പിന്നാലെ നടക്കേണ്ടി വരുമോ എന്നൊരു ഡൗട്ടും അവർക്ക് ഉണ്ടാവും. അപ്പോൾ പറയാണ് അബൂ സുഫിയാന്റെ വീട്ടിലെത്തിയ ആളുകൾ നിർഭയരാണ് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മക്കയെ വിളിച്ചത് മന്നാത്തൽ മസ്ജിദുൽ ഹറാം ഫഹുവ ആമിനുൻ, അബൂ സുഫിയാന്റെ വീട്ടിലെത്തിയവരെല്ലാം ഇന്ന് നിർഭയരാണ് എന്ന് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞുകൊണ്ടാണ് തിരിച്ചു വരുന്നത്. ആര്? അപ്പൊ നാട്ടുകാരൻ നമ്മളെ നേതാവന്നെ ഇപ്പൊ മുസ്ലിമായി, നമ്മളിത് നോക്കിക്കണം. അപ്പൊ അബൂ സുഫിയാൻ ഒറ്റ വാക്ക് പറഞ്ഞപ്പോഴത്തേന് അബൂ സുഫിയാന് തൃപ്തി ആയത് കിട്ടുകയും ചെയ്തു. അബൂ സുഫിയാന് നേതൃഗുണമുള്ള ആളാണ്, അവർക്ക് വേറൊരാൾ ഭരിക്കുന്നത് ഇഷ്ടമുണ്ടാവില്ല. ഇവരൊക്കെ പ്രശ്നം എന്താണെന്നറിയാം, മുസ്ലിമാനോടുകൂടെ ഈ നാട് എനിക്ക് നഷ്ടപ്പെടും, ഞാൻ ഇവിടുത്തെ അധികാരിയാണ്. റസൂൽ അത് അംഗീകരിച്ചു കൊടുക്കണം. എന്ത്? നിങ്ങൾ എന്താണ് ആ പൊസിഷൻ, നിങ്ങൾ ഇറങ്ങണ്ട, നിങ്ങളെ ഹൃദയം നന്നാക്കിയാൽ മതി. എന്താപ്പാ ചിന്തയൊക്കെ? 4 കൊല്ലം ചെറിയൊരു നല്ലൊരുക്കുണ്ടാവും, അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നാട് തിരിച്ചു കിട്ടുമെന്നല്ല. ആ വാക്ക് പറഞ്ഞപ്പോൾ തന്നെ അടുത്ത വാക്ക് എന്താ പറയണത്? അബൂ സുഫിയാന്റെ വീട്ടിൽ കയറിയാലൊക്കെ ഇന്ന് നിർഭയരാ. നേതാവ് ആരെന്നെയാണ്? നമുക്കതിന് നിങ്ങൾ നാട് പിടിച്ചെടുക്കാൻ വന്നല്ല, നിങ്ങളെ മനസ്സ് പിടിച്ചെടുക്കാൻ വന്നാണ്. ഇങ്ങനെ പറഞ്ഞ നേതാവാര്? നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ? നിങ്ങളെന്താ ചിന്തിക്കാത്ത? എന്താണ് ഹിക്മത്തൊക്കെ? എന്തോർത്തൽ കരിഞ്ഞു, എന്ത് രക്തച്ചൊരിച്ചിലോട് ഇല്ലാതിരിക്കലാണ്. അയാൾക്ക് മനസ്സ് വേദനിക്കും വേണ്ട. അയാൾ വരുമ്പോൾ അയാൾ മക്കയിലെ നേതാവാണ്, തിരിച്ചു പോകുമ്പോൾ അയാൾക്ക് തോന്നുകയാണല്ലോ ഇനിയിപ്പോൾ എൻ്റെ അവസ്ഥ എന്താണാവും. ഏതായാലും ഈ നാട്ടിൽ അധികാരം എനിക്ക് കിട്ടാൻ സാധ്യതയല്ല, അതിന് കാലത്തിനോ മറ്റോ ഏൽപ്പിക്കലായിരിക്കും. ഞാൻ ഓൻ്റെ മൂട്ടിൽ കൂടി നടക്കണ്ടേന്ന് പറഞ്ഞ് അപ്പോഴേ അയാൾക്ക് എന്ത് വരും? വിഷമം വരും മനസ്സിൽ. ആ വിഷമം ഫിത്ന ഉണ്ടാക്കും. അതേ സമയത്ത് പിന്നെ ഈ വ്യവസ്ഥിതി നന്നാകാനാണ് ഇയാൾ അധ്വാനിക്കുക. എന്തുകൊണ്ട്? കാര്യങ്ങളൊക്കെ നബി പറഞ്ഞു കൊടുക്കും, ഭരിക്കണേ ഞാൻ തന്നെ. എങ്ങനെയുണ്ട്? അബൂ സുഫിയാൻ അതാണ് ആവശ്യവും. ഒരാൾക്ക് ആവശ്യമുള്ള കൊടുക്കണം റസൂലുള്ളാഹി. ദിർഹം വേണ്ടവൻ ദിർഹം കൊടുക്കും, പെണ്ണ് വേണവന് മുഹാജിറത്തായ പെണ്ണിനെ കെട്ടിക്കുറിച്ചു കൊടുക്കും, കഷ്ടപ്പാടുള്ളവന് പരിഹരിച്ചു കൊടുക്കും, ധനം വേണ്ടവന് ദ്വാരന്ന് കൊടുക്കും, അധികാരം വേണ്ടവൻ ഓനെ നന്നാക്കും. പക്ഷെ ഓനെ നന്നാക്കുന്നാലും ഓനെ സ്ഥാനത്തായത് കിടക്കൂല. ചിലർക്ക് അങ്ങനെ തയ്യാറക്കാൻ കഴിയൂല. അള്ളാഹു തന്നെ പറഞ്ഞിട്ടില്ലേ, എന്റെ അടിമകളിൽ ചില എന്റെ അടിമകളിൽ ചില അടിമകളുണ്ട്, അവർക്ക് സമ്പത്തല്ലാതെ ഒന്നും ശരിയാവൂല.
ദരിദ്രയായാൽ ഒരു കഫറാവും. അപ്പോൾ ഞാൻ അവനെ സമ്പന്നനാക്കും. ചില ആളുകൾക്ക് ദാരിദ്ര്യമല്ലാതെ നന്നാവില്ല, അതുകൊണ്ട് ഞാൻ ദരിദ്രനാക്കും. ചിലക്കെന്നും ദാരിദ്ര്യമായിരിക്കും, അവർക്ക് ധനം പറ്റൂല. ധനം കിട്ടിയോ അന്നോ പള്ളിയിൽ നിന്നും ഉണ്ടാവില്ല, മദ്രസയിലുണ്ടാവില്ല, ദീനുണ്ടാവില്ല, മറ്റു ഒന്നിനും ഉണ്ടാവില്ല. പിന്നെ നല്ല കാര്യം നല്ല നിലക്ക് എല്ലാം ഉഷാറായിട്ട് മജ്‌ലിസിനൂർ കസേര നിരത്തും മറ്റൊക്കെ ചെയ്ത് നമ്മളെ ഒപ്പം നിന്നിരുന്ന മനുഷ്യനാണ്. പിന്നെ ഒരു പൈസയൊക്കെ ഉണ്ടായി അതുമായി പിന്നെ കാനഡി അവിടെ ഇവിടെ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഓൻ ആരാണ് വലിയ ഹൈ ലെവൽ ടീമാണ് എൻ്റെ ചങ്ങായിമാർ. ഓൻ പിന്നെ എന്തിനു വരൂല? ഫഖ്റു ഓനെ ധനാഢ്യനാക്കിയാൽ പിന്നെ മജ്‌ലിസിനൂറിന് വരൂല. പിന്നെ മജ്‌ലിസിനൂർ വിമർശിക്കുന്ന ഈ ഒരു വേറെ ടീമുണ്ടല്ലോ, മനസ്സിലായില്ല? വഹാബി ടീമില്ലേ വലിയ മലയാളിമാരൊക്കെ ഉള്ളു വഹാബിയായിരിക്കും, ഉള്ളിൻ്റെ ഉള്ളിൽ വഹാബിയായിരിക്കും. വലിയ മലയാളിമാരെ ഉള്ളിൻ്റെ ഉള്ളിൽ വഹാബിയായിരിക്കും, യാതൊരു സംശയം വേണ്ട. അല്ലെങ്കിൽ മുതലുണ്ടാവും, പക്ഷെ ഫക്കീറന്മാരെ കൂടിയായിരിക്കും. ആ മനുഷ്യൻ മാത്രമേ സുന്നി ഉണ്ടാവുള്ളൂ. നിങ്ങൾ ആരും പറഞ്ഞാലും ഞാനത് പറയും. നിങ്ങളിപ്പോൾ അതെന്താന്ന് വെച്ചാൽ എനിക്ക് പടച്ചോൻ തന്ന ഒരു അറിവ്, നിങ്ങളതായാലും പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും ചെയ്യും. പിന്നീട് നിങ്ങൾ ഏത് പ്രശംസിക്കുന്ന മുതലാളിയാണെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ വഹാബിയായിരിക്കും. മുതലാളിമാരുടെ ടീമിലാണെങ്കിൽ അയാൾ വഹാബിയായിരിക്കും. അതേസമയത്ത് ഒരാൾക്ക് ധനം ഉണ്ടാവും, ഫക്കീറന്മാരുടെ ടീമിലാണെങ്കിൽ അവൻ സുന്നിയായിരിക്കും. ആ മുതലാളിയെ മറ്റു മുതലാളിമാരെ ആക്ഷേപിക്കുകയും ചെയ്യും. മൊക്കത്തെ തൊലഞ്ഞ ഒരു മുതലാളിയെ പറ്റി വേറെ തൊലഞ്ഞൊരു മുതലാളി പറഞ്ഞു നമ്മളെ പൈസ ഒക്കെ കള്ളുടിച്ച് കളയണം, അവൻ്റെ അവിടുന്ന് ചാടിയത്. മനസ്സിലല്ലേ? ഈ രണ്ട് മുതലാളി എനിക്കറിയാം, ഈ രണ്ട് മുതലാളിമാരെ എനിക്കറിയാം. ഈ രണ്ട് മുതലാളിമാർ തൊലഞ്ഞു. രണ്ട് മുതലുള്ളവരുമായിരുന്നു. രണ്ടും മുതലുള്ള മുതലാളിമാർ, നല്ല മുതലാളിമാർ രണ്ടാളും തൊലഞ്ഞു. അപ്പൊ ഇതിൽപ്പെട്ട മറ്റേ മുതലാളി, പള്ളിയത്തൊന്നും ബന്ധമില്ലാത്ത മുതലാളി എന്ത് പറഞ്ഞു? നമ്മളെ മുതലൊക്കെ എയിലെ പോയി എന്ന് വെച്ചാൽ അതിനൊരു ന്യായമുണ്ട്. അത് കുറെ കള്ളുഷാപ്പ് കൊടുത്തു, അവിടെ കൊടുത്തു, ഇവിടെ കൊടുത്തു, ക്ലബ്ബ് കൊടുത്തു. അങ്ങനെ നമ്മളെ മദ്ബന്റെ മുതൽ ഇപ്പൊ എങ്ങനെയെന്ന് പോയതെന്ന് ഒരു ആലോചിച്ചൊരു പിടുത്തമില്ല. പിന്നെ അവളൊരു കുമ്പിട്ട് കുത്തിരിക്കല്ലേ, അതുകൊണ്ട് ഓന്റെ പോക്കത്തെ പൈസ ഒക്കെ പഴയ കാലത്തൊക്കെ ഇന്നത്തെ അവളല്ലോ ഇരുന്നാണ് കുമ്പിട്ട് ഒതുക്കണ അവളല്ലേ. പറഞ്ഞ മനസ്സിലായോ? തന്നെ ഓന്റെ മുതൽ എവിടെ പോയി എന്നൊരു ന്യായം കാണില്ല. മിക്കവാറും അവള് ചാടി നിൽക്കും. അപ്പൊ അവന് അയാൾ മുതലാളിയായ കാലത്തും സാധുവായ കാലത്തും എവിടെയുള്ള ആളാണ്? പള്ളിയിലുള്ള ആളാണ്. അപ്പൊ മറ്റൊരു ആക്ഷേപിക്കുകയും ചെയ്യും. മറ്റൊരു ടീം, ഒരു ക്രിമിനലുണ്ട്, ആ ടീമിന്റെ ഉള്ളു വഹാബിയായിരിക്കും. മറ്റൊരു വഷളാക്കുകയും ചെയ്യും, നിസ്സാരപ്പെടുത്തും. ഒരിക്കലും അപ്പൊ ഈ ഓന് സുന്നിയായി സാധുവായി നിലനിർത്താൻ അള്ളാഹ് അവിടെ ഓന് റഹ്മത്ത് ചെയ്തതാണ്. എന്ന് ഓനെന്നും മിസ്കിനായി 10 റുപ്യ 8 റുപ്യ കിട്ടുള്ളൂ. 2 റുപ്യക്ക് നാളെ കളം പറയും. ആ 2 റുപ്യ അപ്പോഴത്തെ അന്നത്തെ 2 റുപ്യ കമ്മിയാവും. ഓൻ എന്നും ആരായിരിക്കും പറയാം? ഓൻ എന്നായിരിക്കും ഓൻ ദിവസം 10 റുപ്യാണോ? ഇന്ന് അള്ളാഹു തആല ഓന് 8 കൊടുത്തു. അപ്പൊ നാളെ കള്ളിന്ന് ഓൻ 2 റുപ്യ കടം വാങ്ങി ഇന്നൊപ്പിച്ചു. നാളെ 10 കിട്ടിയിരിക്കുന്നു, എന്നാലും ഇന്നത്തെ 2 ബാക്കിയായതുകൊണ്ട് ഒറ്റ ദിവസം അള്ളാഹു തആല 2 റുപ്യ കുറവാക്കി കൊടുത്താൽ ഖിയാമത്ത് വരെയും ഓ മിസ്കിയാവും. തിന്നിട്ടില്ല. ഒരു ദിവസം അള്ളാഹു തആല 2 റുപ്യ കുറവാക്കിയാൽ മതി. 10 റുപ്യ ജീവിക്കാൻ വേണ്ട ഒരാൾക്ക് ഒരു ദിവസം അള്ളാഹു തആല എന്ത് കൊടുത്തു? 8 കൊടുത്തു. അപ്പോൾ എത്ര കുറവാ? പിന്നെ അവിടെ കുടുംബത്തിലേക്ക് അരി സാമാനം വാങ്ങണമെങ്കിൽ എന്ത് വേണം? 2 റുപ്യ കടം വാങ്ങണം. നാളെ 10 റുപ്യ കിട്ടേണ്ടത് നാളത്തെ 10 നാളത്തെ 10 കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇന്നലത്തെ 2 റുപ്യ കടം കിട്ടേണ്ടതുണ്ട്. അപ്പോ ഓൻ മനസ്സിലായില്ല. അവന്റെ 90 വയസ്സും ജീവിച്ചിട്ടുണ്ടെങ്കിലും ഒരു ദിവസം അള്ളാഹു തആല കിഫായത്തിന്റെ ഖദറിൽ നിന്ന് അല്പം കുറച്ചാൽ തന്നെ ഓൻ മരിക്കണവരെ ആരായിരിക്കും? മിസ്കിനായിരിക്കും. ആ 10 വേണ്ടത്, പക്ഷെ 10 കിട്ടി. പക്ഷെ ഇന്നലത്തെ കുറച്ച് പൈസ കൊടുക്കാണ്ട് 1000 റുപ്യക്ക് ചില്ലാനം വാങ്ങണം. ഒരു ദിവസം 800 റുപ്യ കിട്ടുള്ളൂ. അപ്പൊ 200 റുപ്യ കണം പറഞ്ഞു. അപ്പൊ പിറ്റേന്ന് 1000 റുപ്യയുടെ സാമാനം വാങ്ങാൻ വേണ്ടി കുട്ടികൾ പെണ്ണുങ്ങൾ സാധനം വാങ്ങണ്ടേ? അപ്പൊ ചെന്ന് നോക്കുമ്പോഴും എന്ത് പറഞ്ഞു? 1000 റുപ്യ കൊടുത്തു. പക്ഷെ ഇന്നലത്തെ ആ 200 ഇന്നലത്തേക്ക് വരവെച്ചാൽ, ഈ 200 ഇന്നലത്തേക്ക് വരവെച്ചാലാണ് എന്ന് പറയണം. അന്നൊന്ന് പൈസന്റെ വരവൊന്ന് വെട്ടി എല്ലാം ഒരു കമ്മില്ലാതെ എന്നാ കാണുക? അത് കാണൂല. അത് മരിക്കണമെന്ന് വിളിച്ചറിയാ ചെയ്യുക. എന്ത് മൂപ്പരത് മൂത്ത മകൻ അഷ്റഫ് ഏറ്റിട്ടുണ്ട്. ആ 2 റുപ്യ അവൻ എന്ന് കൊടുത്താൽ അൽഹംദുലില്ലാ. അവിടുത്തെ മിസ്കീൻ ഇല്ലെങ്കിലോ ഓൻ ക്രിമിലെയറിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ എന്താവൂല?
അസ്ലിൻ നന്മ നഷ്ടപ്പെട്ടു. ലാ ഇസ്ലാഹു ഇല്ലൽ ഫഖ്റു. ഓനെന്നും ആവശ്യക്കാരനാകലാണ് ഓന് നല്ലത്. അപ്പോൾ അള്ളാഹു ആവശ്യക്കാരനാക്കും. ചിലരെ അള്ളാഹു തആല മുതലാളിയാക്കും. എന്തുകൊണ്ട്? മുതലാളിയാകാതെ നന്നാവില്ല. അങ്ങനെയൊക്കെ അതൊക്കെ അള്ളാഹിന്റെ റഹ്മത്താണ്. അപ്പൊ മുതലാളിയാകൽ റഹ്മത്താണ്, ഫഖീറാകൽ റഹ്മത്ത് തന്നെയാണ്. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായില്ലേ? ചിന്തിക്ക് ഒക്കെ അങ്ങനെയാണ്. ഇതെല്ലാം നിറഞ്ഞ ഒരാള് ഹബീബാ റസൂലുള്ളാഹ്. പിന്നെ അവിടെ നിറഞ്ഞ അള്ളാഹിനെ ഓർമ്മ വേണം. അതാണ് റസൂലുള്ളാഹ്. കമ്മിയില്ല. مرحب راحات والانوار تلمع وسائل اطراف وغير مشذب عظيم كراديس من الخلق ارفع. എല്ലാ അവയവങ്ങളുടെയും ഉയർന്ന ഭാഗങ്ങൾ ഉന്നതവും ഉയർന്നവും തന്നെയാണ്. ഇവിടെയൊക്കെ എവിടെ കയ്യിൻ്റെ മുട്ട്, കാലിൻ്റെ മുട്ട് എവിടെയും നല്ല കരുത്തുള്ളതാണ്. അളീമു ഖറാദീസ്, എല്ലാ അത്റാഫുൽ അവയവങ്ങളുടെയൊക്കെ അഗ്രഭാഗം ഇതൊക്കെ നല്ല കരുത്തുള്ള ഒക്കെ. മുട്ട്, നല്ല കാൽമുട്ട്, നല്ല കൈമുട്ട്, നല്ല തോളല് ഒക്കെ. അതാണ് അളീമു ഖറാദീസ്. എല്ലാ അഗ്രഭാഗങ്ങളും കരുത്തുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മിനൽ ഖൽഖി, സൃഷ്ടികളിൽ അർഫഉ, ഏറ്റവും ഉയർന്ന ആളുമാണ്. സൃഷ്ടിപ്പിൽ തന്നെ ഉയർന്ന ആളാണ്. പിന്നെ വസ്നാബു സഗ്രിൻ ഇൻ തബസ്സമ യൻജലി, പല്ലുണ്ടല്ല, മുൻപല്ല്, അതിങ്ങനെ അങ്ങനെ കത്തും. സൗന്ദര്യം ലംഘും വല്ലാത്ത പ്രകാശ. വാഷ്നബു സഗരിൻ, വല്ലാത്തൊരു പ്രകാശം. വാസ്നാബു സഗ്രിൻ ഇൻ തബസ്സമ യൻജലി, ഹബീബായ റസൂലുള്ളാഹിയുടെ മുമ്പല്ലിൽ നിന്ന് പ്രകാശം പുറത്തു വരുന്നതാണ്. വാസ്നബു സഗ്രിൻ, മുമ്പല്ലിൽ നിന്ന് പ്രകാശം പുറത്തു വരും. അങ്ങനെ പ്രകാശിക്കും. മുമ്പല്ലൊക്കെ അങ്ങനെ വായിച്ചിട്ടില്ലേ? സുഖാനം മുൻപല്ല് സ്വയം എന്ത് ചെയ്യും? മുമ്പല്ലിങ്ങനെ പ്രകാശിക്കും. അല്ല, അതായത് അത്രയും തൂവെള്ള, എന്താ പറയാ, മുത്ത് പോലത്തെ മുമ്പല്ല്. മുത്ത് പ്രകാശിക്കുമല്ലോ, ഇനി ലൈറ്റ് അടിക്കേണ്ട ആവശ്യമില്ല. അത് അതിൻ്റെ വീട്ടിൽ നിന്ന് തുറന്നാൽ പ്രകാശിക്കും. അതന്നെ റസൂലുള്ളാഹിന്റെ വായി തുറന്നാൽ മുമ്പല്ല് പ്രകാശിക്കും. ഒന്ന് പുഞ്ചിരിച്ചാൽ യൻജലി, ആ പ്രകാശധാര വെളിവാകുന്നതാണ്. മേഘത്തിൽ നിന്ന് വീണ ഒരു കഷ്ണം പോലെയാണ് ആലിപ്പഴം. അതാണ് ഹബ്ബുഹമാം. മേഘത്തിൽ നിന്ന് വീഴുന്ന കഷ്ണം. മേഘത്തിൽ നിന്ന് വീണ കഷ്ണം ഏതാ? ആലിപ്പഴം. ആലിപ്പഴം എന്ന് പറഞ്ഞാൽ തൂവെള്ള, അതിനൊരു ഭംഗി ഭയങ്കരല്ലേ ആലിപ്പഴത്തിന്റെ. അതുപോലെയാണ് റസൂലുള്ളാഹിന്റെ മുമ്പല്ലേ. മനസ്സിലായില്ലേ? കഹബ്ബിഹമാമിൻ, മേഘത്തിൽ നിന്ന് വീണ ഒരു കഷ്ണം പോലെ. അതായത് ഏതുപോലെ? മേഘത്തിൽ നിന്ന് കഷ്ണമായി വീണതിന് എന്താ പറയാ? ആലിപ്പഴം തന്നെ പറയാം. അതെ, ആലിപ്പഴം പോലെയാണ്. വസ്നാബു സഗ്രിൻ ഇൻ തബസ്സമ യൻജലി കഹബ്ബി ഗമാമിൻ ഔ ലകൽ ബർഖ് യൽമഉ, അല്ലെങ്കിൽ ഇടിമിന്നു പോലെ യൽമഉ പ്രകാശിക്കും. ഇടിമിന്നിന്റെ പ്രകാശം ഉണ്ടല്ലോ, അങ്ങനെ പ്രകാശിക്കും. വഅമാതുഹു ഉളുമാൽ ശഅരിൻ തറജ്ജുലു വഖഫീലു തുർഫിൻ സാകിതുൻ വഹുവ യഖ്ശഉ. വഹാമത്തു, നബിയുടെ തല ഉളുമ, വലിയതാണ്. തല മാത്രം വലിയതാണല്ല, ശരീരം മുഴുവൻ ഒക്കെ വർണ്ണിക്കാണ്. അപ്പൊ തലയും എന്തെന്നെയാണ്? ഈ തടിയൊക്കെ എങ്ങനെയൊക്കെ ആയിട്ട് തല ചെറുതായ കഴിഞ്ഞത്. തലയൊന്നുമില്ല, തല വലിയതായ അപ്പം മോശം. തടിക്കനുസരിച്ച് റസൂലുള്ളാഹിക്ക് എന്തുണ്ട്? തലയുമുണ്ട്. ഷായരിൻ, അതിനുണ്ട്, അതിനുണ്ട്, ആ മുടിക്കുണ്ട് തറജുലിന് ഒരു ഒതുക്കം, ഒരു വിനയം, ഒരു ഒതുക്കം. അതായത് മറ്റേ മുള്ളന്റെ കോല് പോലത്തെ മുടിയുണ്ടല്ലേ ചില ആളുകൾക്ക്, എത്ര വാർന്നാലും ഇങ്ങനെ. അങ്ങനെയാണോ നബിന്റെ മുടി? അല്ല, ഒരു ഒഴുക്കാണ്. അങ്ങനെ ഇങ്ങനെ വാരും, ചിലപ്പോ ഇങ്ങനെ വാരും. താഴെ അഴക്. അത് റസൂലുള്ളാഹിന്റെ സുന്നത്തിന്റെ റസൂലുള്ളാഹി കഴുത്ത് വരെ നട്ടു. കഴുത്തിൽ ആ മുടി കിടക്കണണ്ട, എന്തോ ഒരു രസമാണ് എന്ന് പറയുന്ന സാഹിബികൾ പറയും. കഴുത്തിൽ ആ മുടി കിടക്കണണ്ട ഒരു വല്ലാത്ത രസം. ആ കഴുത്തിൽ മുടി തന്നെ വിലേക്ക് നീട്ടും. വലിയ ആളുകൾക്കൊക്കെ ഉള്ളതാണ്. ഈസാ നബി അലൈഹി സ്വലാം അവർക്കൊക്കെ കഴുത്തിലേക്ക് നീട്ടി മുടിയാണ്. അതൊക്കെ നല്ലതാണ്. ചെവിക്കുറ്റിയിൽ നിറയില്ല, അതേസമയം കഴുത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങി നിൽക്കും. ആ കഴുത്തോ മുടിയും കൂടിയും കൂട്ടിക്കണ്ട ആ മുടിക്കൊരു വല്ലാത്ത അഴകാണ്. അതിശക്തമായ കറുപ്പിനൊരു വർണ്ണം ഉണ്ടല്ലോ. കറുപ്പ് കൂടുമ്പോൾ ഒരു പ്രകാശം ഉണ്ടാവും.
കറുപ്പ് ഒറിജിനൽ കറുപ്പിന് പ്രകാശം ഉണ്ടാവും. എന്നിട്ട് എവിടെയാണ് അത് കിടക്കണത്? ചുവപ്പും വെളുപ്പും കലർന്ന കഴുത്തിൽ മുടി ഇങ്ങനെ കിടക്കണ്ടാൽ ഇതൊരു മുതല. അതൊക്കെ കാണാൻ നമുക്ക് തൗഫീഖ് തരട്ടെ.